ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജി സ്പോർട്സ് ഒഫീഷ്യൽ. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഹോം മത്സരത്തിൽ കൂടി വിജയിച്ചിരിക്കുകയാണ്. നമ്മൾക്ക് ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ മറ്റൊരു ഹോം മത്സരം കൂടി വിജയിച്ചിരിക്കുകയാണ്. ജംഷഡ്പൂരിനെതിരായ ഈ മത്സരത്തിൽ 2-0 എന്ന സ്കോറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുന്നത്. ആഷ്ലി വെസ്റ്റ്ഫൂഡിന് കീഴിൽ രണ്ടാമത്തെ വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഒരു സമനിലയും 2 വിജയമാണ് ആഷ്ലി വെസ്റ്റ്ഫുഡ് എന്ന ഈ പരിശീലകന് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാൻ സാധിച്ചത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോളുകൾ നേടിയത് ആദ്യ പകുതിയിൽ 12-ാം മിനിറ്റിൽ നിഹാൽ സതീഷാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വല കുൽക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇടത് വിങ്ങിൽ നിന്നും വന്ന മുന്നേറ്റം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കൻ താരമായ ബനാരിഫ് അതിമനോഹരമായൊരു ചിപ്പ് ക്രോസ് ബോക്സിലേക്ക് നൽകി. ആ ക്രോസിന് വേഗത്തിൽ തന്നെ ഹെഡർ ചെയ്ത് നിഹാൽ സതീഷ് 12-ാം മിനിറ്റിൽ അത് ഫിനിഷ് ചെയ്യുകയായിരുന്നു. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് 1 ജംഷഡ്പൂർ FC എന്ന നിലയിലെത്തുന്നു. അതിനുശേഷം 36-ാം മിനിറ്റിലാണ് മറ്റൊരു ഗോൾ സ്കോർ ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു മലയാളി താരമായ വിപിൻ മോഹനാണ് 36-ാം മിനിറ്റിൽ ആ ഗോൾ സ്കോർ ചെയ്തത്. ആ ഗോളിന് അസിസ്റ്റ് നൽകിയിരുന്നത് അർജന്റീനക്കാരനായ ഫ്രാൻചോ ഫുലിസ്റ്റർ ആയിരുന്നു. വിപിൻ മോഹൻ്റെ ഗോളിന് അസിസ്റ്റ് നൽകിയത്. റൈറ്റ് വിങ്ങിൽ നിന്നും തുടങ്ങിയ മുന്നേറ്റം മനോഹരമായ ഒരു ചിപ്പ് ക്രോസ് ഫുലിസ്റ്റർ ബോക്സിലേക്ക് നൽകുകയായിരുന്നു. ആ ക്രോസിലേക്ക് അതിവേഗം പാഞ്ഞെത്തി ഹെഡറിലൂടെ ഫിനിഷ് ചെയ്യുകയായിരുന്നു മലയാളി താരമായ വിപിൻ മോഹനും. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് 2 ജംഷഡ്പൂർ FC 0 എന്ന സ്കോറിൽ മത്സരം അവസാനിച്ചിരിക്കുന്നു. ജംഷഡ്പൂരിൻ്റെ സ്റ്റീഫൻ എസെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫുലിസ്റ്ററിനെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് 84-ാം മിനിറ്റിൽ ജംഷഡ്പൂരിൻ്റെ സ്റ്റീഫൻ എസെക്ക് റെഡ് കാർഡ് കണ്ട് പുറത്താവുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്ക് ഒന്നുകൂടി ശക്തപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ റെഡ് കാർഡ് കണ്ട് സ്റ്റീഫൻ എസെ പുറത്തായെങ്കിലും കാര്യമായ അവസരങ്ങളൊന്നും അതിനുശേഷം സൃഷ്ടിച്ചെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ല. സോ അങ്ങനെ എന്തായാലും 2-0 എന്ന സ്കോറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു. നിങ്ങൾക്കെന്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ജംഷഡ്പൂർ മാച്ച് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് ഒഡീഷ FCക്കെതിരെയാണ്. അതിന് മുൻപ് നമുക്ക് പ്രീ മാച്ച് വീഡിയോയിൽ കാണാം. സോ നിങ്ങൾക്ക് എന്താണ് ജംഷഡ്പൂർ FC വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം കണ്ടതിന് ശേഷം തോന്നുന്നതെന്ന് നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ടിൽ ദാൻ ബൈ.